ഗാനങ്ങളോട് ചേർന്ന് കർത്താവിനെ ഗാനങ്ങളോട് ചേർന്ന് ആരാധിക്കുകയും സ്വർഗത്തിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്വർഗീയ സംഗീതം എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പാടി ആരാധിക്കുകയും പാടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, സ്വർഗം നമുക്ക് അമ്മയായി നൽകിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയുടെ മധ്യസ്ഥയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം ദൈവിക കൃപകൾ കടന്നു വരുന്നു. കൊറിന്തോസ്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 13-ാം അധ്യായം എൻ്റെ 1-ാം വാക്യം ഇപ്രകാരമാണ് വചനം പറയുക: ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാമ നിറഞ്ഞ അപ്പസ്തോലൻ പറയുവാണ്, സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പുണ്യം. അതിൻ്റെ സമാപന വാക്യമായിട്ട് പ്രകാരമാണ് പറയുക, സ്നേഹമാണ് സർവോത്കൃഷ്ടം. അങ്ങനെയെങ്കിൽ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് നോക്കിയപ്പോൾ അവളിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടതും ഈ ഒരു സ്നേഹം തന്നെയായിരിക്കണം. അവൾ ദൈവത്തെ സ്നേഹിച്ചു, അവൾ മനുഷ്യരെയും സ്നേഹിച്ചു. അതേ വചനഭാഗത്ത് നാം പ്രകാരം കാണുന്നു, സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. അതെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് ദയയുള്ള സ്നേഹമാണ്, കനിവുള്ള സ്നേഹമാണ്. കണ്ണുനീര് കാണാനും കണ്ണുനീരൊപ്പാനും കഴിവുള്ള സ്നേഹമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹം. അതുകൊണ്ടാണല്ലോ കാനായിലെ കല്യാണ വിരുന്നിൽ അവൾ ചെന്നപ്പോൾ അവിടെ അവർക്ക് വീഞ്ഞിൻ്റെ കുറവ് കണ്ടപ്പോൾ, ആ കുടുംബം അപമാനത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് അലിഞ്ഞു. അവളിൽ സ്നേഹം അവിടെ പ്രവർത്തിക്കാനായിട്ട് നിർബന്ധിത ഉളവാക്കി. പ്രിയപ്പെട്ടവരെ, ഇത് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീയ കാര്യങ്ങളിലും കനിവുള്ളവളാണ്, മനസ്സലിവുള്ളവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് മനുഷ്യകുലം ഇന്ന് പാപത്തിൽ കടന്നു പോകുമ്പോൾ പാപികളായ നമ്മളെ ഓർത്ത് പരിശുദ്ധ അമ്മ കന്യകാമറിയം വേദനിക്കുവാണ്, കനിവോടെ കാരുണ്യത്തോടെ നമ്മെ രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുവാണ്. ഇത് മനസ്സിലാക്കിയ പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയാനുള്ളോ, അവൾ പാപികളുടെ സങ്കേതമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പാപികളായ ഞങ്ങളുടെ മേൽ കനിവായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഈ ജീവിതത്തിൽ പാപ അന്ധകാരങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവകൃപയെ സ്വീകരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്ക് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നൊരു മനസ്സോടുകൂടെ ഈ ശുശ്രൂഷയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാപിക്കാം. അമ്മേ, സ്നേഹത്തിലലിയുന്ന നാഥേ, ആശ നശിച്ചോർക്കു മധ്യസ്ഥ നീ. സ്നേഹത്തിലലിയുന്ന നാഥേ, ആശ നശിച്ചോർക്കു മധ്യസ്ഥ നീ. നശിച്ചോർക്കു മധ്യസ്ഥ നീ.
നിൻ പാപാന്ധകാരത്തിൽ അസ്തമിക്കുന്നോർക്കാലംബമേ അന്ധമാം ലോകത്തിൽ പാപാന്ധകാരത്തിൽ അസ്തമിക്കുന്നോർക്കാലംബമേ അമ്മേ സ്നേഹത്തിലലിയുന്ന നാഥേ മാതാവേ, ആശ നശിച്ചോർക്കു മധ്യസ്ഥ നീ അമ്മേ സ്നേഹത്തിലലിയുന്ന നാഥേ ആശ നശിച്ചോർക്കു മധ്യസ്ഥ നീ എല്ലാവരും പാടി സ്വലോകരാജ്ഞി ആനന്ദിക്ക ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്ന് പാടി സ്വർലോകരാജ്ഞി ആനന്ദിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വലോകരാജ്ഞി ആനന്ദിക്ക ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർലോകരാജ്ഞി ആനന്ദിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം ദൈവവചനം നമ്മോട് ഇപ്രകാരം പറയുന്നു: സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോ ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കെ പറയുന്ന വാക്കുകളാണിത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരാണോ, നിറവേറ്റുന്നവൾ ആരാണോ അവനാണ് എൻ്റെ സഹോദരൻ സഹോദരി അമ്മ. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ നൽകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്താണെന്നറിയോ? അത് എന്തുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ അമ്മയായിട്ട് മാറി, എന്തുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവപിതാവ് തന്റെ പുത്രനായ ദൈവത്തിന് അമ്മയാകാൻ തെരഞ്ഞെടുത്തു എന്നതിനെ കുറിച്ചാണ്. ഈശോയുടെ വാക്ക് പറയുവാണ്, എൻ്റെ അമ്മയാരാണ്? അത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൾ. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് പുത്രനായ ദൈവത്തിന്റെ അമ്മയാകാൻ അവൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുക, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം: എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കൽപ്പന പാലിക്കുന്നവൻ, അങ്ങനെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവൻ, ദൈവത്തിന്റെ വചനം നിറവേറ്റുന്നവൻ, അവനെ ഞാൻ സ്നേഹിക്കുമെന്ന് ഈശോ പറയുന്നു. അതുകൊണ്ട് കൂട്ടിച്ചേർത്ത് വീണ്ടും ദൈവത്തിന്റെ വചനം പറയുവാണ്. 23-ാമത്തെ വാക്യം യേശു പ്രതിവചിച്ചു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഈ ദൈവവചനങ്ങൾ ഇന്ന് കർത്താവ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എങ്കിലും ഇതൊക്കെ പരിശുദ്ധ കന്യകാമറിയത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തെ സ്നേഹിച്ച അവൾ, ദൈവഹിതമനുസരിച്ച് ജീവിച്ച അവൾ, അവളുടെ ജീവിതത്തിലേക്ക്, അവളുടെ ഉള്ളിലേക്ക് ഇതാ ദൈവം തന്നെ കടന്നു വരിക. അതുവാണല്ലോ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരം. ഈശോ മറിയത്തിന്റെ ഉദരത്തിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ട് മറിയത്തിന്റെ ഉദരത്തിലേക്ക് ഈശോ കടന്നു വന്നു? കാരണം മറിയത്തിന്റെ ഉദരത്തെ, മറിയത്തിന്റെ ജീവിതത്തെ, മറിയത്തിന്റെ ശരീരത്തെ ദൈവത്തിന് യോഗ്യമായി ദൈവം കണ്ടു. ദൈവത്തെ സ്നേഹിക്കുന്നവളായിരുന്നു അവൾ. ദൈവകൽപ്പനകൾക്ക് വില കൊടുക്കുന്നവളായിരുന്നു അവൾ. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ ജീവിച്ചവളായിരുന്നു അവൾ. അതുകൊണ്ടാണ് ആ ഒരു വലിയ ഭാഗ്യത്തിന് അവൾ അർഹയായിട്ട് മാറിയത്. ഇന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുക. ദൈവത്തിന് വിലപ്പെട്ടവരായിട്ട് ജീവിക്കുവാണ്, ദൈവത്തെ സ്നേഹിക്കുവാണ്, ദൈവഹിതം നിറവേറ്റി നമ്മുടെ ഇന്നിന്റെ ജീവിതം മുന്നോട്ട് പോകുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കും ദൈവം കടന്നു വരും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ കന്യകാമറിയം എലിസബത്ത് പുണ്യവതിയുടെ അടുത്ത് ചെന്നപ്പോ ഇതാ എലിസബത്ത് പുണ്യവതി
അവളെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രകാരം പറയുക. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 42 മുതൽ വാക്യങ്ങൾ. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നോക്കിക്കേ, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് എലിസബത്ത് പറയുവാണ്, പരിശുദ്ധാമെന്ന് പറഞ്ഞ് അവൾ പറയുവാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? സ്ത്രീകളിൽ അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാമറിയുമാണ് നമുക്ക് അമ്മയായി, നമ്മുടെ സഹായമായിട്ട്, നമ്മുടെ ചാരയുള്ളത് എന്നുള്ളൊരു ബോധ്യം നമ്മെ സന്തോഷിപ്പിക്കട്ടെ, ആശ്വാസമായിട്ട് നമുക്കത് മാറട്ടെ. വീണ്ടും പരിശുദ്ധ കന്യകാമറിയം ഈ എലിസബത്തിനോടായിട്ട് ഒപ്പം നമ്മോട് ഓരോരുത്തരുമായിട്ട് പറയുക, എന്തുകൊണ്ടാ സ്ത്രീകളിൽ അനുഗ്രഹീതയായി, എന്തുകൊണ്ടാ മനുഷ്യകുലത്തിൽ തന്നെ അനുഗ്രഹീതയായിട്ട് അവൾ മാറിയത്? ദൈവത്തിന്റെ അമ്മയാകാൻ തക്കവണ്ണം എന്തുകൊണ്ടാ അവൾ തെരഞ്ഞെടുക്കപ്പെട്ടത്? ഇതാ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വാക്കുകൾ, 46 മുതൽ വാക്യങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്നും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആത്മാവായിരുന്നു അവളുടേത്. ഇനിയോ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. നോക്കിക്കേ, പരിശുദ്ധ കന്യകാമറിയം പറയാണ്, എൻ്റെ താഴ്മയെ, ഈ ദാസിയുടെ താഴ്മയെ, ഒന്നുമില്ലായ്മയെ കർത്താവ് അനുഗ്രഹിച്ചു, കടാക്ഷിച്ചു. അവിടെ ഉള്ളിൽ തന്നെയുള്ള ബോധ്യത, ഞാൻ ഒന്നുമല്ല, ഞാൻ എന്തേലും ആണെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയാണ്, ദയയാണ്. ഈ ഒരു താഴ്മയുടെ മനോഭാവം, എളിമയുടെ മനോഭാവം പരിശുദ്ധ കന്യകാമറിയത്തെ അത്യധികം ഉയർത്താനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ എളിമയുടെ, താഴ്മയുടെ മനോഭാവം ഉണ്ടാകട്ടെ. കർത്താവില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ, കർത്താവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നുമില്ല. ഈ ഒരു ബോധ്യം നമ്മെ കൂടുതൽ ദൈവ ആശ്രയത്വത്തിലേക്ക് വളർത്തട്ടെ. കർത്താവിനോട് ചേർന്ന് നിൽക്കാനും, കർത്താവിനെ സ്തുതിക്കാനും, എന്നും എപ്പോഴും കർത്താവിൽ ആനന്ദിക്കാനും, അങ്ങനെ കർത്താവിനെ കൂടെ കൂട്ടി നടക്കുവാനുള്ള ഒരു പ്രചോദനമായിട്ട് ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വാക്കുകൾ മാറട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നമുക്ക് പാടാം. പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളിലുണ്ടായിരുന്ന ഈ വലിയ പുണ്യം, ദൈവാശ്രയത്വം എന്ന പുണ്യം, ഞാൻ ഒന്നുമല്ല എന്ന ചിന്ത നമ്മളിൽ വളരട്ടെ. ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അന്നോരായിരം പ്രാർത്ഥന തിങ്ങിയ അമലയായി കന്യക കാത്തിരുന്നു. 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 അനന്തമാം വചനം മാംസം ധരിക്കുവാൻ അമ്മതന്നുദരം അഭിഷിക്തമായി. അനന്തമാം വചനം മാംസം ധരിക്കുവാൻ അമ്മതന്നുദരം അഭിഷിക്തമായി. അമ്മേ, സ്നേഹത്തിലലിയുന്ന നാഥേ, ആശ നശിച്ചോർക്കു മധ്യസ്ഥനീ. അമ്മേ, സ്നേഹത്തിലലിയുന്ന നാഥേ, ആശ നശിച്ചോർക്കു മധ്യസ്ഥനീ. അന്ധമാം ലോകത്തിൻ പാപാന്ധകാരത്തിൽ അസ്തമിക്കുന്നോർക്കാലംബമേ. അന്ധമാം ലോകത്തിൻ പാപാന്ധകാരത്തിൽ അസ്തമിക്കുന്നോർക്കാലംബമേ. അമ്മേ,
സ്നേഹത്തിലലിയുന്നമാതേ ആശ നശിച്ചോർക്കു മധ്യസ്ഥനീ മാതാവേ, എന്റെ സ്വർഗീയ മധ്യസ്ഥേ, സ്നേഹത്തിലലിയുന്ന നാഥേ, എന്റെ മേൽ ആശ നശിച്ചോർക്കു മധ്യസ്ഥനീ. സ്വലോകരാജ്ഞി ആനന്ദിക്ക ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്വർലോകരാജ്ഞി ആനന്ദിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവർത്തിച്ചു പാടി പരിശുദ്ധ കന്യകാമറിയത്തോട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർലോകരാജ്ഞി ആനന്ദിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയെ നമ്മുടെ മാതൃകയായിട്ട് നാം മുന്നിൽ വെക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം എന്താ പറയുക? അമ്മ പറയുക, ഞാൻ ഒന്നുമല്ല. അമ്മയുടെ മനോഭാവം എന്താണ്? എളിമയുടെ മനോഭാവമാണ്, താഴ്മയുടെ മനോഭാവം. കാനായിലെ കല്യാണ വിരുന്നില് തൻ്റെ പുത്രന്റെ വാക്ക് കേൾക്കാനായിട്ട് പരിചാരകരോട് പറഞ്ഞതിന് ശേഷം അമ്മ മാറി നിൽക്കൂ. അമ്മ അവിടെ മുമ്പിലേക്ക് വരുന്നില്ല, മറിച്ച് മാറി നിന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കും. താഴ്മയുടെ മനോഭാവത്തിലാണ് ദൈവം പ്രവർത്തിക്കുക, ദൈവം സംപ്രീതനാവുക എങ്കിൽ അമ്മ അതിന് വലിയ മാതൃക. നമ്മുടെ ജീവിതത്തിൽ നമുക്കും പറയാം, ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. ഇന്നുള്ള ഞങ്ങളുടെ കഴിവുകള്, ഞങ്ങളുടെ അറിവുകള്, ഞങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയുണ്ടോ, ഞങ്ങൾ അധ്വാനിച്ച് നേടിയെന്ന് നമ്മൾ വിചാരിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ദാനമാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം. ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് താഴ്മയോടെ ദൈവസന്നിധി നിൽക്കാം. അവിടെ ദൈവം നമുക്ക് രക്ഷയൊരുക്കും, അനുഗ്രഹമൊരുക്കും. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അങ്ങയുടെ എളിമയുടെ മനോഭാവം എനിക്ക് നൽകണം. ഗാനത്തോട് ചേർന്ന് പാടി. സ്നേഹമാവചനം മാംസം ധരിക്കുവാൻ സമർപ്പണം ചെയ്തുതൻ ഉദരം. 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 അമ്മതൻ താഴ്മയെ താതൻ കടാക്ഷിച്ചു ആശക്തയാമമ്മ അതിശക്തയായി. അമ്മതൻ താഴ്മയെ താതൻ കടാക്ഷിച്ചു അശക്തയാമമ്മ അതിശക്തയായി. അമ്മേ സ്നേഹത്തിലലിയുന്ന മാതേ ആശ നശിച്ചോർക്കു മധ്യസ്ഥനീ. അമ്മേ സ്നേഹത്തിലലിയുന്ന നാഥേ ആശ നശിച്ചോർക്കു മധ്യസ്ഥനീ. അന്ധമാം ലോകത്തിൻ പാപാന്ധകാരത്തിൽ അസ്തമിക്കുന്നോർക്കാലംബമേ. അന്ധമാം ലോകത്തിൽ പാപാന്ധകാരത്തിൽ അസ്തമിക്കുന്നോർ കാലംബമേ. അമ്മേ സ്നേഹത്തിലലിയുന്ന
വിശുദ്ധ കന്യകാ മാതാവേ, ആശമശിച്ചോർക്കു മധ്യസ്ഥമീ നമുക്കായി സഹായമായിട്ട് വരണം. സ്നേഹത്തിൽ അലിയുന്ന നാഥേ, ആശ നശിച്ചോ സ്വർലോകരാജ്ഞി ആനന്ദിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ലോകരാജ്ഞി ആനന്ദിക്കാം. അമ്മയെ പ്രകീർത്തിച്ച് ഹല്ലേലൂയ. സ്വർഗപിതാവിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ നമുക്ക് സ്വർലോകരാജ്ഞി ആനന്ദിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർലോകരാജ്ഞി ആനന്ദിക്കാം. ഹല്ലേലൂയ. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് പാടി സ്വർലോകരാജ്ഞി ആനന്ദിക്ക. എല്ലാ തരങ്ങളും പാടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ മാതാവേ, സ്വർഗത്തിന്റെ കൃപകൾ ഞങ്ങൾക്ക് വാങ്ങിച്ചു നൽകണേ. ആനന്ദിക്കാം. ഹല്ലേലൂയ. അമ്മയോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാവരും കർത്താവിനെ ആനന്ദിക്കട്ടെ. ഒരു മനുഷ്യപുത്രിയെ പ്രകാരം അനുഗ്രഹത്തിന്റെ ഒരു വ്യക്തിയാക്കി ദൈവത്തിന് മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് പ്രതീക്ഷയുടെ ഒരു കാര്യമാണ്. നമ്മളെയും അതുപോലെ അനുഗ്രഹിക്കാൻ കർത്താവിന് പറ്റും. കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് കൃപ വർഷിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരും. ആഗ്രഹത്തോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, ഈശോയെ എന്റെ ജീവിതത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ആരാധിച്ച് ഈശോയെ വിളിച്ച് ഈശോ വരട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ വരട്ടെ. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ വരട്ടെ. പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന്റെ മാതാവാക്കിയ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിന് വിലയുള്ളവരാക്കി മാറ്റട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുണ്ടായിരുന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ലഭിക്കാനായിട്ട്, നിറയാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാം. അമ്മേ മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടി അമ്മ മാധ്യസ്ഥ അപേക്ഷിച്ചതുപോലെ ഞങ്ങളുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മേ മാതാവെ പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെയും ജീവിതങ്ങൾക്ക് വേണ്ടി അമ്മേ മാതാവെ പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ ജീവിതത്തില് വീഞ്ഞു കുറഞ്ഞു പോകുന്ന, ഞങ്ങളുടെ ജീവിതത്തില് സന്തോഷം കുറഞ്ഞു പോകുന്ന, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിരാശ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ അമ്മേ മാതാവേ, അങ്ങേ തിരുക്കുമാരനോട് അമ്മ സംസാരിക്കണം. അമ്മ പറയണം, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സന്തോഷവും ഇല്ല, അവർക്ക് സമാധാനവും ഇല്ല, അവർ അധ്വാനിച്ചൊരു ഫലവും ഇല്ല. അമ്മേ മാതാവേ, അമ്മ പറയണം. അമ്മ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വർഗപിതാവിൽ നിന്ന് ദിവ്യപുത്രനെ വാങ്ങിച്ചു. മാതാവേ, മാതാവേ, അവിടുത്തെ കരുണ ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. അവിടുത്തെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മെ താങ്ങി നിർത്തട്ടെ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ എപ്രകാരം ദൈവത്തെ സ്നേഹിച്ചോ, എപ്രകാരം ദൈവത്തെ അനുസരിച്ചോ, അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യാം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മാതൃകയും സഹായവും നമുക്ക് രക്ഷയായിട്ട്, അനുഗ്രഹമായിട്ട് മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.